പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ സെപ്റ്റംബർ മാസം 20 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചതിനെ കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിരിക്കാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവെ, ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറ, എൻ്റെ കർത്താവ് നല്ലവനാണ്, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലോടുന്ന് കൈകൾ ഉയർത്തി ഉറക്കെ പറഞ്ഞാൽ, എൻ്റെ കർത്താവ് നല്ലവനാണ്, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക 84 സങ്കീർത്തനത്തിൽ, സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. അപ്പം 1-ാമത്തെ വാക്യവും 4-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവുമാണ് വായിച്ചു. ഈ ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പയെ ആരാധിക്കുവാൻ, അപ്പയെ സ്തുതിക്കുവാൻ, അപ്പയ്ക്ക് സ്തോത്രയാഗം അർപ്പിക്കുവാൻ, അപ്പയുടെ ശബ്ദം കേൾക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കുവാനൊക്കെ ഈ രാവിലെ സമയം തന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. തൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ഏത് രാജ്യത്തിരുന്ന് കേൾക്കുന്നെങ്കിലും അവരുടെ മേൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും അസാധാരണമായ ദൈവ സാന്നിധ്യവും യേശുവിൻ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഭവനങ്ങൾക്കകത്ത്, തങ്ങളുടെ ഓഫീസുകൾക്കകത്ത്, തങ്ങളുടെ വാഹനങ്ങൾക്കകത്തിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. നട്ടലിൻ്റെ മേൽ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ആ നട്ടല് പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കേസുകൾ, നട്ടലിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ, ആമേൻ, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓപ്പറേഷനുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. പാൻക്രിയാസിനകത്തുള്ള രോഗങ്ങൾ, കിഡ്നിക്കകത്തുള്ള രോഗങ്ങൾ, ലിവറിനകത്തുള്ള രോഗങ്ങൾ ഇപ്പോൾ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ നാമത്തിൽ പെനിട്രേറ്റ് ചെയ്യട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. ആമേൻ. ആന്തരിക അവയവങ്ങൾക്കകത്ത് അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആ ലങ്സ് ഹീലാകട്ടെ. ആരോഗ്യവും സൗഖ്യവും, ആമേൻ, പൂർണ്ണ ബലവുമുള്ള ശരീരം കൊടുത്താട്ടെ. അതുപോലെ കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി സ്ഥലത്ത് ഇവർ അത്ഭുതമായി മാറട്ടെ. ഇവരുടെ ബിസിനസ്സുകളിൽ സ്പെഷ്യൽ ഫേവറുകൾ ഉണ്ടാകട്ടെ. ഇവർ ചെയ്യുന്ന സകലത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന കർത്താവെ, അങ്ങയുടെ വേലയോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. കൂടാതെ കർത്താവെ, അഭിഷക്ത ദാസിദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അനേക അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് 4 മീറ്റിങ്ങുകളാണുള്ളത്. ഇന്ത്യൻ സമയം രാവിലെ 8:15 നമ്മുടെ മലയാളം ആദ്യത്തെ സർവീസ് ആരംഭിക്കും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് ഹിന്ദി, പിന്നെ വീണ്ടും ഇന്ത്യൻ സമയം രാത്രി 6:30 ആമേൻ മലയാളം സർവീസ് ആരംഭിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. എല്ലാ മീറ്റിങ്ങുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആമേൻ. സങ്കീർത്തനം 40 ആരംഭവാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, കാണാതറിയാവുന്ന വാക്യമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. അതിനകത്ത് പറയുക, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നമുക്കറിയാം, ദൈവത്തെ കാത്തിരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി വെയിറ്റ് ചെയ്തിരിക്കുക. തിരുവഴുത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യെശയ്യാവിൻ്റെ പുസ്തകം 40 അവൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അപ്പോൾ കർത്താവിനായി ഏതു വിഷയത്തിലും നമ്മൾ കർത്താവിനായി നിങ്ങൾക്കറിയാമോ, ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ കാത്തിരിപ്പുകളുണ്ട്. കാത്തിരിപ്പുകളില്ലാത്തവരായിട്ട്
ആരും തന്നെയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കാത്തിരിപ്പുള്ള കാലമാണ്. ഇപ്പം ഈ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാർച്ച് 31 സ്കൂൾ അടയ്ക്കും. അത് കഴിഞ്ഞ് 2 മാസം നമ്മൾ കാത്തിരിക്കുക. അതിനിടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. പുതിയ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് നമ്മൾ കാത്തിരിക്കും. ഇതുപോലെ തന്നെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു, വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു, വിവാഹിതരായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൽ പല കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ സമയമുണ്ട്. കാത്തിരിപ്പ് ഏത് കാര്യത്തിലാണെങ്കിലും ഒരു കാത്തിരിപ്പ് നമുക്ക് അനിവാര്യമാണ്. എന്നിരുന്നാലും കാത്തിരിക്കുന്നവർ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അറിയാതെ വരുമ്പോഴാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചാടിക്കയറി കാര്യങ്ങൾ ചെയ്യും. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. കർത്താവ് എല്ലാത്തിനും ഒരു കാലം വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന സമയത്തെ നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ആമേൻ. പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഓരോന്നിനും ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന നിങ്ങളോട് കർത്താവ് ഓർപ്പിക്കുന്ന അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിനും കർത്താവ് ഒരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആമേൻ. വീട് പണിയാൻ ഒരു കാലം കർത്താവ് വെച്ചിട്ടുണ്ട്. വിവാഹം നടക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. ആമേൻ. ഓരോന്നിനും ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിന് മുമ്പേ നമ്മൾ ചിലപ്പം കുറുക്കു വഴികൾ, ദൈവത്തിൻ്റെതല്ലാത്തതായ വഴികൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ കുറുക്കു വഴികൾക്ക് പുറകെ പോകരുത്. കർത്താവിനെ ആമേൻ എളുപ്പ വഴി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകരുത്. നമുക്കറിയാം, പലപ്പോഴും വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ ചെയ്തതൊക്കെ പലരുടെയും ജീവിതത്തിൽ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ടും ദൈവിക സമയത്തിനായിട്ടും നമ്മൾ കാത്തിരിക്കണം. വിഡ്ഢികളായി പോകല്ലേ, തട്ടിപ്പുകളിൽ പറ്റിപ്പോകരുത്, ആരെങ്കിലും പറയുന്നത് കേട്ട് അതിനകത്ത് വീണ്ടു പോകരുത്. കർത്താവിനായി കാത്തിരുന്നാൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ഒരിക്കലും ആമേൻ നിരാശരായി പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ആമേൻ ഒരു കാരണവശാലും കുറുക്കു വഴികളുടെ പുറകെ പോകരുത്, അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. നിശ്ചയമായി കർത്താവ് മറുപടി പറയുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധി കാത്തിരിക്കുമ്പോൾ ഓർത്തോണം, കർത്താവ് തക്ക സമയത്ത് അതിന് മറുപടി നൽകും. കേട്ടോ, പ്രാർത്ഥിക്കാം. കർത്താവെ, കാത്തിരിപ്പ് സമയങ്ങൾ കർത്താവെ ആമേൻ ആത്മാർത്ഥതയോടിരിപ്പാൻ, തെറ്റുകളിൽ ചെന്ന് വീഴാതെ, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി. നിൻ്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ശ്രേഷ്ഠകരമായ ദിവസങ്ങളായി മാറട്ടെ. അവർക്ക് ആ കാത്തിരിപ്പ് എൻജോയ് ചെയ്യാനുള്ള കൃപ കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you. ഈ പ്രത്യേക ഫേവറിൻ്റെ മാസം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും പ്രത്യേക ഫേവറിനാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. God bless you.